ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്നു മുതൽ റിയാക്ടിന്റെ ഫ്രെയിംവർക്ക് നെക്സ്റ്റ് ജെയ്സിന്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ റിയാക്ടിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഫണ്ടമെന്റൽ ടോപ്പിക്സും അതേപോലെ ടേഡ്മെന്റ് CSS എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, വാട്ട് ഈസ് നെക്സ്റ്റ് ജെഎസ്? നെക്സ്റ്റ് ജെഎസ് റിയാക്ടിന്റെ ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്ക് ആണ് വെബ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. റിയാക്ട് എന്താന്ന് നമുക്കറിയാം. അതായത് നമ്മുടെ യൂസർ ഇന്റർഫേസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈബ്രറി മാത്രമാണ് അല്ലെ. ഇപ്പൊ റിയാക്ടിൽ നമുക്ക് ഡാറ്റ ഫെച്ചിങ് റൗട്ടിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്? അഡീഷണൽ ആയിട്ടുള്ള പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യൂ അല്ലെ. ഇനി നെക്സ്റ്റ് ജെയ്സിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് നെക്സ്റ്റ് ജെയ്സ് റിയാക്ടിന്റെ ഫ്രെയിംവർക്ക് ആയതുകൊണ്ട് റിയാക്ട് പ്രൊവൈഡ് ചെയ്യുന്ന യൂസർ ഇന്റർഫേസ് ബിൽഡിങ്ങിന്റെ എല്ലാ ഫീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റ ഫെച്ചിങ് ആണെങ്കിലും റൗട്ടിംഗ് അതുപോലെ ബണ്ട്ലിംഗ് കമ്പൈലിംഗ് എല്ലാ അഡീഷണൽ ഫീച്ചേഴ്സും ഇത് ബിൽറ്റ് ഇൻ ആയിട്ട് അവൈലബിൾ ആണ്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ ബിൽഡിംഗ് പ്രോസസ്സ് ഇത് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഓരോ ഫീച്ചേഴ്സും റൗട്ടിംഗ്, API റൗട്ടിംഗ്, റെൻഡറിംഗ്, ഡാറ്റ ഫെച്ചിങ്, സ്റ്റൈലിംഗ്, ഒപ്റ്റിമൈസേഷൻ എല്ലാം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യൂ കേട്ടോ. ഇനി നിങ്ങൾ നെക്സ്റ്റ് ഡേയ്സ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. ആദ്യം ഓഫ് കോഴ്സ് HTML, JSS, ജാവാസ്ക്രിപ്റ്റിന്റെ ഫണ്ടമെന്റൽസ് നിങ്ങൾ കവർ ചെയ്യണം. അതുപോലെ തന്നെ EXS6ന്റെ ഫീച്ചേഴ്സ് നമ്മൾ റിയാക്ടിൽ പറഞ്ഞ പോലെ തന്നെ എസ്പെഷ്യലി ആരോ ഫംഗ്ഷൻ, ടെംപ്ലേറ്റ്, ലിറ്ററൽസ്, മാപ്പ് റെഡ്യൂസ് കോൺസെപ്റ്റ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവണം. ഫൈനലി ഇതൊരു റിയാക്ടിന്റെ ഫ്രെയിംവർക്ക് ആയതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും റിയാക്ടിന്റെ ഫണ്ടമെന്റൽസ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവണം. എസ്പെഷ്യലി പ്രോബ്സ്, കോമ്പോണൻസ്, അതിന്റെ ഫംഗ്ഷണൽ കോമ്പോണൻസ്, റിയാക്ട് ഹുക്സ് ഒക്കെ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും അറിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്, അത് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് നെക്സ്റ്റ് ഡേയ്സിൽ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ സിസ്റ്റത്തിൽ രണ്ട് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം. ഒന്നാമത്തത് Node.js ആണ്. Node.js എന്താന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാളേഷൻ പ്രോസസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തത് കോഡ് എഡിറ്റർ ആണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ ആണ്. അത് നിങ്ങൾക്ക് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഏത് കോഡ് എഡിറ്റർ ആണോ അത് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ നെക്സ്റ്റ് ഡേയ്സ് കോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ VS കോഡിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ഈ ഫോൾഡറിന്റെ ലൊക്കേഷനിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണ്. അതിന്റെ കമാൻഡ് npm സ്പേസ് ക്രിയേറ്റ് -next -app at latest നിങ്ങളുടെ പ്രൊജക്ടിന്റെ നെയിം എന്താണോ അത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ഹലോ വേൾഡ് തന്നെയാണ് കൊടുക്കുന്നത്. എൻ്റർ അടിക്കുക. യു വാണ്ട് പ്രൊസീഡ്, ഓക്കെ കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ഓരോ ഡിപ്പെൻഡൻസീസ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഫസ്റ്റ് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്, എസ് കൊടുത്തു. നെക്സ്റ്റ് ESLint ആണ്, അത് കൊടുത്തു. Tailwind CSS നമുക്ക് ആവശ്യമുണ്ട്, എസ് കൊടുത്തു. ഇനി എല്ലാം ഈ സെയിം സോഴ്സ് ഡയറക്ടറിയിൽ തന്നെയാണോ വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്, എസ് കൊടുത്തു. ആപ്പ് റൗട്ടർ എസ് കൊടുത്തു. അഗൈൻ ഇൻസ്റ്റാളേഷൻ കണ്ടിന്യൂ ആവാണ്. സോ നമ്മുടെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രോജക്ട് സ്ട്രക്ചർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. ജസ്റ്റ് നമുക്ക് package.js ചെക്ക് ചെയ്ത് നോക്കാം. ഡിപ്പെൻഡൻസിയിൽ റിയാക്ട് ഡോം, നെക്സ്റ്റ് ജെഎസ് ഫണ്ടമെന്റൽസ് ഡിപ്പെൻഡൻസീസ് എല്ലാം ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഡിപ്പെൻഡൻസീസ് ഇപ്പൊ നമ്മൾ കൊടുത്തില്ലേ, ടൈപ്പ് സ്ക്രിപ്റ്റ്, Tailwind CSS, ESLint അതെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പൊ Tailwindന്റെ ആണെങ്കിലും ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ ആണെങ്കിലും ഒക്കെ സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളെ പ്രൊജക്ട് ഫോൾഡറിൽ കയറുക. നമ്മുടെ ഹലോ വേൾഡ് എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് npm -run -dev എന്ന് കൊടുക്കുക. അതാണ് റൺ ചെയ്യുന്ന കമാൻഡ്. അപ്പൊ ഡെവലപ്മെന്റ് സെർവർ ഇവിടെ അപ്പ് ആയിട്ടുണ്ട്. അത് ലോക്കൽ ഹോസ്റ്റ് പോർട്ട് നമ്പർ 3000 റൺ ചെയ്യുന്നത്. കൺട്രോൾ ക്ലിക്ക് ചെയ്യാം. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ. ഇനി നിങ്ങൾക്ക് ഒരു ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നുണ്ടോ, ഗെറ്റ് സ്റ്റാർട്ടഡ് ബൈ എഡിറ്റിംഗ് ആപ്പ് -page.txs എന്ന്. അതായത് ആപ്ലിക്കേഷൻ ഫോൾഡറിന്റെ അണ്ടറിൽ page.txs എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ഉണ്ട്. ഈ ഫയലിൽ വന്നിട്ട് നെക്സ്റ്റ് ജെഎസിന്റെ ലോഗോന്റെ ആ ഒരു ഇമേജ് ടാഗ് റിമൂവ് ചെയ്തിട്ട് ഞാനൊരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്യുവാണ്, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നെക്സ്റ്റ് ജെഎസിന്റെ ലോഗോയ്ക്ക് പകരം നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ഹലോ വേൾഡിന്റെ ആ ഒരു ടെക്സ്റ്റ് വന്നിരിക്കുന്നത് കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ജെഎസിന്റെ ഫോൾ സ്ട്രക്ചറും അതിന്റെ റൗട്ടിംഗ്, API റൗട്ടൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്